ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലോട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ ഗുജറാത്ത് വേഴ്സസ് ലക്നോ തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓൾറെഡി നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് DC തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ഇട്ടുണ്ട്. ഇന്നത്തെ മത്സരം ഏപ്രിൽ 7-ാം തീയതി 7:30 രണ്ടാമത്തെ മത്സരത്തിന്റെ പ്രിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്നത് നമ്മുടെ ലക്നോന്റെ ഹോം ഗ്രൗണ്ടായ ഏക്നാഥ് സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് ഏക്നാഥ് ക്രിക്കറ്റ് സ്റ്റേഡിയം ആസ് വെരി ഗുഡ് ബാറ്റിംഗ് പിച്ചാണ്. അതുകൂടാതെ അത്യാവശ്യം നല്ല രീതിയിൽ ബൗളേഴ്സിന് ഇവിടെ സപ്പോർട്ട് ചെയ്യും. ഫാസ്റ്റ് ബൗളേഴ്സിനെയാണ് ഇവിടെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാറുള്ളത്. അദ്ദേഹത്തെ ഫസ്റ്റ് ഇന്നിംഗ്സ് ആവറേജ് സ്കോർ 154 റൺസൊക്കെയാണ് ഈ ഒരു പിച്ചിൽ പറയാനായിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പിച്ചിനെ പറ്റി പറയുമ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു 9 മത്സരങ്ങളിൽ ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്ത് 5 എണ്ണവും സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് 4 എണ്ണമാണ്. ഫസ്റ്റ് ഇന്നിംഗ്സ് ആവറേജ് സ്കോർ 151 റൺസും സെക്കൻഡ് ഇന്നിംഗ്സ് ആവറേജ് സ്കോർ 126 റൺസും ആണ് കേട്ടോ. ഹയസ്റ്റ് സ്കോർ നോക്കുകയാണെങ്കിൽ 199 റൺസും ഹയസ്റ്റ് സ്കോർ ചേസിൽ നോക്കുകയാണെങ്കിൽ 159 റൺസ്. 9 റൺസിന് നമ്മുടെ സൗത്ത് ആഫ്രിക്ക വുമൻസ് വേഴ്സസ് ഇന്ത്യ വുമൻസ് തമ്മിൽ കളിച്ചായിരുന്നു. ഓക്കെ, ലോസ്റ്റ് സ്കോർ 156 ഓൾ ഔട്ട് ബൈ അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ്. ലോസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ തോൽപ്പിച്ചതല്ല, ലോസ്റ്റ് സ്കോർ അത്രയാണ് ഏറ്റവും ലോ ആയിട്ടുള്ളത്. അത്യാവശ്യം 150 മുകളിൽ വരുന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കൺഫേം ആയല്ലോ. അത്യാവശ്യം ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ച് ആണ്, നല്ല സ്കോറും വരാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണ്. അപ്പോൾ ഈ ഒരു മാച്ച് ഇവിടെ ഏകദേശം 4 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. നമ്മുടെ 4 മത്സരങ്ങൾ GT വേഴ്സസ് LST തമ്മിൽ കളിച്ചിട്ടുണ്ട്. 4 എണ്ണം GT തന്നെയാണ് വിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പ്രോബബിലി കളിക്കാൻ ചാൻസ് ഉള്ള 11 പ്ലേയേഴ്സിനെ പറ്റി നോക്കുന്ന സമയത്ത് ഈ ഒരു പിച്ചിനെ പറ്റി അധികം ഒന്നും പറയാനില്ല. ചുമ്മാ അങ്ങനെ വലിച്ച് നീട്ടിയിട്ടൊന്നും കാര്യമില്ല. ഒരു ബാലൻസ്ഡ് പിച്ചാണ്. ബൗളേഴ്സിന് സപ്പോർട്ട് ചെയ്യും, ബാറ്റിങ്ങിന് സപ്പോർട്ട് ചെയ്യും. കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ബാറ്റിങ്ങിനാണ്. ഫാസ്റ്റ് ബൗളേഴ്സിനാണ് ഇവിടെ സ്പിന്നേഴ്സിനെക്കാളും മോർ ഇമ്പോർട്ടൻസ് ഫാസ്റ്റ് ബൗളേഴ്സിനാണ്. ആ ഒരു കാര്യം മാത്രം നോക്കി വെച്ചാൽ മതി. അല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ നോക്കാനായിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന പ്ലേയേഴ്സിൻ്റെ ഒക്കെ വെച്ച് റെക്കോർഡ്സ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെക്കോർഡ്സ് കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ടൊരു നല്ലൊരു ഈസി ലെവലപ്പ് കിട്ടും. കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മുടെ LSTയിൽ പ്രോബബ്ലി പ്ലേയിങ്ങിൽ നോക്കി കഴിഞ്ഞാൽ ഡി കോക്ക്, KL രാഹുൽ, അവിടെ ഡേവിഡ് പടിക്കൽ, മാർക്കസ് സ്റ്റോൺസ്, നിക്കോളസ് പൂറഷ്, ആയുഷ് ബദോനി, രവി ബിഷ്ണു, യാഷ് താക്കൂർ, അതുകൂടാതെ നവീൻ മായങ്ക് യാദവ്. ഇനിയിപ്പോൾ ഇമ്പാക്റ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള മണിമാരൻ സിദ്ധാർത്ഥാണ്. GTയിൽ നോക്കുന്ന സമയത്ത് വൃദ്ധിമാൻ സാഹ, ശുഭ്മാൻ ഗിൽ, സായി സുദർശൻ, കെയിൻ വില്യംസൺ, വിജയ് ശങ്കർ, അതുകൂടാതെ ഒംറാസി, രാഹുൽ തിവാട്ടിയ, റാഷിദ് ഖാൻ, നൂർ അഹമ്മദ്, അതുകൂടാതെ ഉമേഷ് യാദവ്, ദർശൻ നീൽകണ്ഠെ, അതുകൂടാതെ ഇനിയിപ്പോൾ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള മോഹിത് ശർമ്മയാണ്. അപ്പോൾ ലക്നോ സൂപ്പർ കിങ്സിൽ ഇനിയിപ്പോൾ ഉള്ള പറയാൻ പോകുന്നത് H2H റെക്കോർഡ്സാണ്. H2H എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ LSTത്തെ ഒരു പ്ലെയറെ എഗെയിൻസ്റ്റ് ആയിട്ട് GTനോടും GTത്തെ പ്ലെയർ എഗെയിൻസ്റ്റ് ആയിട്ട് LSTയോടും കളിച്ചുള്ള റെക്കോർഡ്സ്. അദ്ദേഹത്തിന് ആവറേജ് സ്കോർ ഓൺ ഗോയിങ് സീസണിലത്തെ ആവറേജ് സ്കോറൊക്കെ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാൻ പോകുന്നത് KL രാഹുലിനാണ്. 3 ഇന്നിംഗ്സ് കളിച്ച് അദ്ദേഹം 93 റൺസാണ് ടോട്ടലി നേടിയിട്ടുള്ളത്. 31 റൺസാണ് പെർ മാച്ച് ആവറേജ് ആയിട്ടുള്ളത്. ഈ ഒരു പിച്ചിൽ അദ്ദേഹം 3 മത്സരം കളിച്ച് 76 റൺസും 25 റൺസുമാണ് അദ്ദേഹത്തിന് ആവറേജ് ആയിട്ടുള്ളത്. T20യിൽ ഓവറോൾ ആവറേജ് 42 റൺസാണ് നമ്മുടെ KL രാഹുലിന്. അതുപോലെ തന്നെ ഈ ഒരു വെന്യൂവിൽ 40 റൺസാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ആവറേജ്. അടുത്തത് പറയാൻ പോകുന്നത് നമ്മുടെ ഡീഗോക്കാണ്. 3 മത്സരം കളിച്ച് 139 റൺസാണ് എടുത്തത്. 46 റൺസാണ് അദ്ദേഹത്തിന് ആവറേജ് സ്കോറായിട്ട്. റീസെൻറ്റ് പെർഫോമൻസ് ഒരു 81 റൺസ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ GTയുടെ കൂടെ 3 മത്സരം കളിച്ച് 88 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. 30 റൺസാണ് പെർ മാച്ച് ആവറേജ് ആയിട്ടുള്ളത്. ഈ ഒരു പിച്ചിൽ 2 മത്സരം കളിച്ചുള്ള 70 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് 35 റൺസാണ് ആവറേജ് സ്കോർ ആയിട്ടുള്ളത്. T20 സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ 32 റൺസാണ്. ഡേവിഡ് പടിക്കലാണ്. ഓൺ ഗോയിങ് സീസണിൽ 3 മത്സരം കളിച്ച് 15 റൺസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. GTയിൽ നോക്കുന്ന സമയത്ത് 5 മത്സരം കളിച്ച് 68 റൺസാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. 13 റൺസാണ് പെർ മാച്ച് ആവറേജ് ആയിട്ടുള്ളത്. ഈ ഒരു വെന്യൂവിലാണെങ്കിൽ 1 മത്സരം കളിച്ച് 9 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് കേട്ടോ. T20 സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആവറേജ് റൺസ് 32 ആണ്. അടുത്തായിട്ട് മാർക്കസ് സ്റ്റോണിസ് ആണ്. ഓൺ ഗോയിങ് സീസണിൽ 3 മത്സരം കളിച്ച് 43 റൺസ് മാത്രമേ എടുത്തുള്ളൂ. 15 റൺസാണ് ആവറേജ് ആയിട്ടുള്ളത്. റീസെൻ്റ് ആയിട്ട് ഫോമോ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് ബാറ്റിംഗ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് 3 മത്സരമാണ് എഗെയിൻസ്റ്റ് GTയിലൂടെ കളിച്ച് 6 റൺസാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ബോളിംഗ് സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് എഗെയിൻസ്റ്റ് GT ആയിട്ട് 2 മത്സരം ബോൾ ചെയ്ത് 2 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഈ ഒരു പിച്ചിൽ അദ്ദേഹം 23 റൺസാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ്. ഈ ഒരു പിച്ചിൽ 2 മത്സരം കളിച്ച് 2 വിക്കറ്റ്സും അദ്ദേഹം നേടിയിട്ടുണ്ട്. T20 ആവറേജ് 29 റൺസാണ്. അതുകൂടാതെ നിക്കോളസ് പൂറനാണ് അടുത്തായി പറയാനുള്ളത്. ഓൺ ഗോയിങ് സീസണിൽ 3 മത്സരം കളിച്ച് 146 റൺസ് എടുത്ത് പെർ മാച്ച് ആവറേജ് ആയിട്ട് അത്യാവശ്യം റൺസ് നേടിയിട്ടുണ്ട് കേട്ടോ. അത് ആവറേജ് സ്കോർ ഇവിടെ തെറ്റാണ്.
എന്തായാലും ഒരു 50 റൺസ് പെർ മാച്ച് ആവറേജ് ഉണ്ടാവും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റീസെൻറ്റ് ഫോം കണ്ടാൽ തന്നെ മനസ്സിലാവും 64, 42, 40 റൺസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റൺസ് സ്കോർ ചെയ്യുന്ന റീസെൻറ്റ് പെർഫോമൻസും ഗുഡാണ്. അതുപോലെ തന്നെ H2 സ്റ്റാറ്റ്സ് അഗെയിൻസ്റ്റ് GT ആയിട്ട് 4 മത്സരം കളിച്ച് 13 റൺസാണ് അദ്ദേഹത്തിന് ആവറേജ് ഉള്ളത്. ഈ ഒരു പിച്ചിൽ അദ്ദേഹത്തിന് 21 റൺസുമാണ് ആവറേജ് ഉള്ളത്. ആയുഷ് പദോനി 3 മത്സരം കളിച്ച് 9 റൺസ് എടുത്ത് വളരെ മോശം പ്രകടനമാണ്. അഗെയിൻസ്റ്റ് ആയിട്ട് GTയിലൂടെ ബാറ്റ് ചെയ്ത് 30 റൺസാണ് ആവറേജ് റൺസായിട്ട് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ ഒരു വെന്യൂവിൽ 6 മത്സരം കളിച്ച് 102 റൺസ് എടുത്ത് 34 റൺസ് ആവറേജ് റൺസ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ T20 കരിയറിൽ 27 റൺസാണ് ആവറേജ്. അടുത്തായി കൃണാൽ പാണ്ഡ്യയാണ് 3 മത്സരം കളിച്ച് 3 ഇന്നിങ്സിലൂടെ 46 റൺസാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് അദ്ദേഹം. അതുപോലെ തന്നെ വിക്കറ്റ്സോ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ടേക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല റീസെൻ്റ് കളിച്ച മത്സരങ്ങളൊന്നും. എഗെയിൻസ്റ്റ് ആയിട്ട് ബാറ്റിംഗ് റെക്കോർഡ്സിൽ 16 റൺസ് ആവറേജും എഗെയിൻസ്റ്റ് ആയിട്ട് ബോളിംഗ് 4 ഇന്നിങ്സ് ബോൾ ചെയ്ത് 3 വിക്കറ്റ്സാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ ഒരു പിച്ചിലാണെങ്കിൽ 39 റൺസാണ് നമ്മുടെ കൃണാൽ പാണ്ഡ്യയ്ക്കുള്ള ആവറേജ്. അതുപോലെ തന്നെ ഈ ഒരു പിച്ചിൽ 6 മത്സരം കളിച്ച് 6 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. 24 റൺസാണ് IPL ആവറേജ്. 177 ഇന്നിങ്സ് ബോൾ ചെയ്ത് അദ്ദേഹം 131 വിക്കറ്റ്സാണ് ബോളിങ്ങിൽ ടേക്ക് ചെയ്തിട്ടുള്ളത്. രവി ബിഷ്ണോയ് 3 മത്സരം കളിച്ച് 1 വിക്കറ്റാണ് നേടിക്കൊടുത്തിട്ടുള്ളത്. എഗെയിൻസ്റ്റ് ആയിട്ട് ബോൾ ചെയ്തിട്ട് ഇതുവരെ വിക്കറ്റ്സ് ഒന്നും നേടാനായിട്ടില്ല GTക്ക് എതിരായിട്ട്. 7 ഇന്നിങ്സ് അദ്ദേഹം ഈ ഒരു വെന്യൂവിൽ കളിച്ച് 9 വിക്കറ്റാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. അടുത്തായിട്ട് യാഷ് താക്കൂർ ഓൺഗോയ് സീസണിൽ 2 ഇന്നിങ്സ് ബോൾ ചെയ്ത് 1 വിക്കറ്റാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു വെന്യൂവിൽ 3 മത്സരം കളിച്ച് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ T20 കരിയറിലാണെങ്കിൽ 48 ഇന്നിങ്സ് ബോൾ ചെയ്ത് 69 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. നവീനാണ് അടുത്തായിട്ടുള്ള 3 മത്സരം കളിച്ച് 4 വിക്കറ്റാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. എഗെയിൻസ്റ്റ് ആയിട്ട് ബോൾ ചെയ്ത് 1 മത്സരം കളിച്ച് 1 വിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പിച്ചിലാണെങ്കിൽ 4 ഇന്നിങ്സ് ബോൾ ചെയ്ത് 4 വിക്കറ്റും എടുത്തിട്ടുണ്ട്. T20 സ്റ്റാൻസിൽ 172 ഇന്നിങ്സ് 208 വിക്കറ്റാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. മായങ്ക് യാദവാണ് 2 മത്സരം കളിച്ച് 6 വിക്കറ്റാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ വിക്കറ്റ്സ് ടേക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. LSTക്ക് വേണ്ടി റീസെൻറ്റ് പെർഫോമൻസ് ഒക്കെ വളരെ ഗുഡായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ഈ ഒരു വെന്യൂവിൽ 1 മത്സരം കളിച്ച് 3 വിക്കറ്റാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. T20 സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് 11 ഇന്നിങ്സ് ബോൾ ചെയ്ത് 18 വിക്കറ്റ്സാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇനി ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ H2 റെക്കോർഡ്സ് നോക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ കുബേര ഫാൻറ്റസി ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഒരുപാട് വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ട്. ഡ്രീം ഇലവനിൽ കാണുന്ന പോലെ 299 രൂപയ്ക്ക് ജോയിൻ ചെയ്യുന്ന കോൺടസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതായത് ഏകദേശം ഒരു 40 രൂപയുടെ ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത്. അതുപോലെ ഒരുപാട് വെറൈറ്റി കോൺടസ്റ്റുകൾ എല്ലാ രീതിക്ക് എൻട്രി ഫീ കുറവായിട്ടാണ് നമ്മൾ കുബേര ഫാൻറ്റസി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ ഡ്യൂ ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ 5 പ്ലേയേഴ്സിന് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണോ അവരെ പിക്ക് ചെയ്ത് നട്ടാൽ മതി. ഈസി ആയിട്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ഓപ്പണൻ്റ് ഒരാൾ പിക്ക് ചെയ്യും, നമ്മൾ പിക്ക് ചെയ്ത ആളാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്താൽ ഈസി ആയിട്ട് നമുക്ക് വിന്നാൻ സാധിക്കും. അവിടെ ഡ്യുവോ പ്രോ ഉണ്ട്. ഇതിൽ 2 പ്ലേയേഴ്സിന് എത്തിയിട്ട് നമുക്ക് ട്രെൻഡ് ബോൾട്ടിനെ എടുക്കാം, അപ്പുറത്തുനിന്ന് ചഹാലിനെ എടുക്കാം. ഈ 2 ആളുമായിട്ട് ഇറങ്ങാം. ഇതിലിപ്പോൾ ട്രെൻഡ് ബോൾട്ട് കളിച്ചിന് ചഹാൽ നമ്മളായി പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് വിന്നിങ് പോസിബിലിറ്റി കൂടുതലാണ്. നമ്മുടെ ഓപ്പണൻ്റ് അതുപോലെ 2 പേരുണ്ടാവും. നമ്മുടെ ഡ്രീം ഇലവൻ ടീമിൽ 11 പേരുണ്ടാവും. ഇവിടെ 2 പേരെ വെച്ച് ഇറങ്ങുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നല്ല കിടിലൻ ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ വിഷനിലൂടെ ട്രൈ ചെയ്യാതെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഡെയിലി 50,000 രൂപയ്ക്ക് ഗീവ് കൊടുക്കുന്ന ഒരു ഏക ആപ്ലിക്കേഷനാണ്. അതുകൂടാതെ ഒരുപാട് വെറൈറ്റി GLകൾ ഇവിടെ ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഡ്രീം ഇലവനിൽ കാണുന്നതും അതിലും കുറച്ചുപരി വെറൈറ്റി ആയിട്ടുള്ള കോൺടസ്റ്റുകൾ ഇവിടെ ഉണ്ടെന്നാണ് സത്യം. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ് വിഷൻ ഇലവൻ. അതുപോലെ തന്നെ സ്പോർട്ടസിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട മറ്റൊരു കിടിലൻ ആപ്ലിക്കേഷൻ കൂടെയാണ്. നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് കേട്ടോ ഇത്. അതിൽ പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. നമ്മൾ കുബേര ഡ്യൂ ഓപ്ഷൻ കണ്ടില്ല, ആ ഒരു സെയിം മെത്തേഡാണ്. ഈസി ആയിട്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, അഭിപ്രായം പങ്കുവയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചോയ്സിലും ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇവിടെ നമുക്ക് കോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. ഈ കോപ്പ് വിൻഡോ നമ്മളെ കുബേര ഡ്യൂ ഓപ്ഷൻ കണ്ടില്ല, ആ ഒരു സെയിം സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ പ്രിവ്യൂലോട്ട് തിരിച്ചു വരാം. ഇനിയിപ്പോൾ GTയിൽ കളിക്കാൻ പോകുന്ന 11 പേരും അവരുടെ H2 റെക്കോർഡ്സുമാണ് നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, കൃണാൽ പാണ്ഡ്യ, നവീൻ, മായങ്ക്. ഓക്കെ, ഗുജറാത്ത് ടൈറ്റൻസ്. ആദ്യം തന്നെ വൃദ്ധമാൻ സാഹയാണ് പറയാൻ പോകുന്നത്. 3 മത്സരം കളിച്ച് 65 റൺസാണ് പെർ മാച്ച് അദ്ദേഹം എടുത്തിട്ടുള്ള. 21 റൺസാണ് പെർ മാച്ച് ആവറേജ് റൺസ് ആയിട്ടുള്ളതും. അതുപോലെ തന്നെ റീസെന്റ് പെർഫോമൻസ് അത്യാവശ്യം മോശം തന്നെയാണ്. അഗെയിൻസ്റ്റ് ആയിട്ട് ബാറ്റ് ചെയ്ത് 133 റൺസാണ് എടുത്തിട്ടുള്ളത്. 44 റൺസ് പെർ മാച്ച് ആവറേജ് ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് LSU ആയിട്ട്. അദ്ദേഹം ഈ ഒരു വെന്യൂവിലാണെങ്കിൽ 1 മത്സരം കളിച്ച് 47 റൺസും എടുത്തിട്ടുണ്ട് GTക്ക് വേണ്ടി. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് 24 റൺസാണ് T20 കരിയറിൽ. അതുപോലെ തന്നെ ശുഭ്മാൻ ഗിൽ 4 മത്സരം കളിച്ച് 76 റൺസാണ്
176 176 തോന്നുന്നു. ജസ്റ്റ് എന്തോ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ഇതിലെന്തോ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. റീസെൻറ്റ് പെർഫോമൻസ് മാത്രം നോക്കിയാൽ മതി. 89 റൺസ്, 36 റൺസ്, 8 റൺസൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നല്ല സ്കോറാണ്. ഏകദേശം 176 റൺസോ സംതിങ് എന്തോ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എഗെയിൻസ്റ്റ് ആയിട്ട് ബാറ്റ് ചെയ്തിട്ട്, അതായത് LSGക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് 4 ഇന്നിങ്സ് ബാറ്റ് ചെയ്ത് 157 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് ആവറേജ് 78 റൺസാണ്. നല്ല രീതിക്ക് എഗെയിൻസ്റ്റ് റെക്കോർഡുള്ള ഒരു പ്ലെയറാണ്, LSGക്ക് എഗെയിൻസ്റ്റ് റെക്കോർഡുള്ള ഒരു പ്ലെയറാണ് GTയിലെ ശുഭ്മാൻ ഗിൽ. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ടീമിലോട്ട്. ഈ ഒരു വെന്യൂലാണെങ്കിൽ 5 ഇന്നിങ്സ് ബാറ്റ് ചെയ്തിട്ട് അദ്ദേഹം 102 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് 20 റൺസാണ് ഈ ഒരു പിച്ചിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ്. പക്ഷേ എഗെയിൻസ്റ്റ് LSG ആയിട്ട് നല്ല ആവറേജ് ഉള്ള ഒരു പ്ലെയറാണ്. T20 കരിയറിലെ ആവറേജ് 37 റൺസാണ്. അടുത്തായിട്ട് കെയിൻ വില്യംസ് ആണ് ഓൺഗോയിങ് സീസണിൽ ഒരു മത്സരം കളിച്ച് 26 റൺസ് മാത്രമേ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. എഗെയിൻസ്റ്റ് ആയിട്ട് ബാറ്റ് ചെയ്തിട്ട് ഒരു മത്സരം കളിച്ച് 16 റൺസ് മാത്രമേ എടുത്തിട്ടുള്ളൂ LSGക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്. T20 കരിയറിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് 31 റൺസാണ്. സായ് സുദർശനാണ് ഓൺഗോയിങ് സീസണിൽ 4 മത്സരം കളിച്ച് 160 റൺസ് എടുത്തിട്ടുള്ള. പെർ മാച്ച് 40 റൺസാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് റൺസ് ആയിട്ടുള്ളത്. ഈ ഒരു വെന്യൂവിൽ 3 മത്സരം കളിച്ച് 60 റൺസ് അദ്ദേഹം കരസ്ഥമാക്കേണ്ട ആവറേജ് റൺസ് 60 തന്നെയാണ്. T20 കരിയറിൽ 38 റൺസാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് റൺസ് ആയിട്ടുള്ളത്. അടുത്തായിട്ട് വിജയ് ശങ്കറാണ്. 4 മത്സരം കളിച്ച് 40 റൺസാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് LSGയോട് ബാറ്റ് ചെയ്ത് 2 മത്സരം കളിച്ച് 14 റൺസ് മാത്രമേ കരസ്ഥമാക്കിയുള്ളൂ. ഈ ഒരു പിച്ചിലാണ് അദ്ദേഹം 6 മത്സരം കളിച്ച് 135 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് ആവറേജ് 45 റൺസാണ് കേട്ടോ. അതുപോലെ തന്നെ T20 കരിയറിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് 27 റൺസാണ്. വിക്കറ്റ് സ്റ്റേക്കിംഗ് നോക്കുകയാണെങ്കിൽ 62 ഇന്നിങ്സിൽ നിന്ന് 33 വിക്കറ്റ്സ് മാത്രമേ എടുത്തുള്ളൂ. രാഹുൽ തിവാട്ടിയാണ് ഓൺഗോയിങ് സീസണിൽ 51 റൺസ് എടുത്തുള്ളത്. 25 റൺസാണ് പെർ മാച്ച് ആവറേജ്. എഗെയിൻസ്റ്റ് ആയിട്ട് ബാറ്റ് ചെയ്ത് 64 റൺസ് എടുത്തിട്ടുണ്ട് 3 ഇന്നിങ്സിലൂടെ. അതുപോലെ തന്നെ ഈ ഒരു വെന്യൂവിലാണെങ്കിൽ ഒരു മത്സരം കളിച്ച് 2 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. വിക്കറ്റ്സോ കാര്യങ്ങളും ദൂരമായി ടേക്ക് ചെയ്യില്ല. ബാറ്റിംഗ് ആവറേജ് 28 റൺസാണ് T20 കരിയറിൽ. അടുത്തായിട്ട് ഒംബ്രാസിയാണ് ഓൺഗോയിങ് സീസണിൽ 2 മത്സരം കളിച്ച് 28 റൺസ് എടുത്തുള്ളൂ. 4 ഇന്നിങ്സ് ബോൾ ചെയ്ത് 4 വിക്കറ്റും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് എല്ലാ മത്സരങ്ങളിലും ഓരോ വിക്കറ്റ് വെച്ച് അദ്ദേഹം നേടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത റാഷിദ് ഖാനാണ് ഓൺഗോയിങ് സീസണിൽ അദ്ദേഹം 2 മത്സരം കളിച്ച് 5 റൺസ് മാത്രമേ എടുത്തുള്ളൂ. വിക്കറ്റ് ടേക്കിംഗ് നോക്കുകയാണെങ്കിൽ 4 ഇന്നിങ്സ് ബോൾ ചെയ്ത് 4 വിക്കറ്റ്സും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. HDH ബോളിംഗ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് എഗെയിൻസ്റ്റ് ആയിട്ട് LSGയോടെ 4 മത്സരം ബോൾ ചെയ്ത് 7 വിക്കറ്റ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വിക്കറ്റ് ടേക്കിംഗ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു വെന്യൂ ഒരു മത്സരം കളിച്ച് 1 വിക്കറ്റ് മാത്രമേ കരസ്ഥമാക്കിയുള്ളൂ. ബാറ്റിംഗ് ആവറേജ് 13 റൺസും വിക്കറ്റ് ടേക്കിംഗ് നോക്കിയാൽ 414 ഇന്നിങ്സിൽ നിന്ന് 568 വിക്കറ്റ്സുമാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. അടുത്ത നൂർ അഹമ്മദാണ്. 2 മത്സരം കളിച്ച് 2 വിക്കറ്റ് 3 വിക്കറ്റാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. എഗെയിൻസ്റ്റ് ആയിട്ട് LSGയോട് 2 ഇന്നിങ്സ് ബോൾ ചെയ്ത് 3 വിക്കറ്റും അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഈ ഒരു പിച്ചിലാണെങ്കിൽ ഒരു മത്സരം കളിച്ച് 2 വിക്കറ്റും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് ഉമേഷ് യാദവ് ആണ്. 4 ഇന്നിങ്സ് ബോൾ ചെയ്ത് 4 വിക്കറ്റ്സാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യം ബോൾ ചെയ്തിട്ട് വിക്കറ്റ്സോ കാര്യങ്ങളൊന്നും ടേക്ക് ചെയ്യാറായില്ല. T20 കരിയർ ആവറേജ് 188 ഇന്നിങ്സിൽ 197 വിക്കറ്റ്സാണ്. അടുത്തായിട്ട് ദർശനാണ്. അദ്ദേഹത്തെ പറയുന്ന സമയത്ത് 2 മത്സരം കളിച്ച് 1 വിക്കറ്റാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. എഗെയിൻസ്റ്റ് ആയിട്ട് ബോളിംഗ് റെക്കോർഡ്സോ കാര്യങ്ങളൊന്നുമില്ല. T20 സ്റ്റാറ്റ്സിൽ 44 ഇന്നിങ്സിൽ നിന്ന് 66 വിക്കറ്റ്സാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ടോപ്പ് പ്ലേയേഴ്സ് ബൈ HDH റെക്കോർഡ്സ് നോക്കിയാൽ വൃദ്ധിമാൻ സഹ 3 ഇന്നിങ്സ് കളിച്ച് 133 റൺസ് എടുത്ത് 44 റൺസ് പെർ മാച്ച് ആവറേജ് ഈ ഒരു എഗെയിൻസ്റ്റ് നമ്മുടെ LSG ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തായിട്ട് ശുഭ്മാൻ ഗില്ലാണ്. എഗെയിൻസ്റ്റ് LSG ആയിട്ട് 4 മത്സരം കളിച്ച് 157 റൺസ് എടുത്തിട്ടുള്ള. പെർ മാച്ച് 78 റൺസ് അദ്ദേഹത്തിന് ആവറേജ് റൺസ് ആയിട്ടുണ്ട്. റാഷിദ് ഖാൻ എഗെയിൻസ്റ്റ് ആയിട്ട് LSGയോടെ ബോൾ ചെയ്ത് 4 മത്സരം കളിച്ച് 7 വിക്കറ്റാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഓക്കെ, അടുത്തായിട്ട് ടോപ്പ് പിക്കേഴ്സ് ബൈ വെന്യൂ. ഈ ഒരു വെന്യൂവിൽ നല്ല റെക്കോർഡ്സ് ഉള്ള പ്ലേയേഴ്സ് നോക്കിയാൽ 6 മത്സരം കളിച്ച് 200 റൺസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 40 റൺസാണ് KL രാഹുലിൻ്റെ പെർ മാച്ച് ആവറേജ് ആയിട്ടുള്ളത് ഈ ഒരു വെന്യൂവിൽ. ഡീകോക്ക് 2 മത്സരം കളിച്ച് 70 റൺസ് എടുത്തിട്ട് 35 റൺസ് പെർ മാച്ച് ആവറേജ് ഈ ഒരു വെന്യൂവിലുണ്ട്. മായങ്ക് യാദവ് 1 മത്സരം ഇവിടെ ബോൾ ചെയ്ത് 3 വിക്കറ്റാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. വൃദ്ധിമാൻ സഹ 1 മത്സരം കളിച്ച് 47 റൺസും ഈ ഒരു പിച്ചിൽ നിന്ന് കരസ്ഥമാക്കിയിട്ടുണ്ട്. വിജയ് ശങ്കർ 6 മത്സരം കളിച്ച് 45 റൺസാണ് പെർ മാച്ച് അദ്ദേഹത്തിൻ്റെ ആവറേജ് റൺസ് ആയിട്ടുള്ളത്. നൂർ അഹമ്മദ് 1 മത്സരം ഈ ഒരു പിച്ചിൽ കളിച്ച് 2 വിക്കറ്റും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സേഫ് റിസ്ക് ആയിട്ടുള്ള ക്യാപ്റ്റൻ VC ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ സേഫ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡീകോക്ക്, മാർക്കസ് സ്റ്റോണി, ശുഭ്മാൻ ഗിൽ, റാഷിദ് ഖാനൊക്കെയാണ്. റിസ്കി ആയിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ KL രാഹുൽ, നിക്കോളസ് പൂറൻ, കൃണാൽ പാണ്ഡ്യ, രവി ബിഷ്ണു, അതുകൂടാതെ നവീൻ, ഇത്രയും പേരാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാൻ അതിനായിട്ട് ജസ്റ്റ് ഡ്രീം11 ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്ഡേറ്റ് ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റിൽ വന്ന മാറ്റങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ LSG വേഴ്സസ് GT തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു പ്രിവ്യൂ ടീം നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ ഡീകോക്ക്, അതുപോലെ തന്നെ KL രാഹുൽ 2 ആളെ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മായങ്ക് യാദവ് റീസെൻ്റ് കളിച്ച മത്സരങ്ങളൊക്കെ 2-3 വിക്കറ്റ്സ് വീതം നേടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു കിടിലൻ പ്ലെയർ. അധികം ഏജൊന്നും ആയിട്ടില്ല, ജസ്റ്റ് 22 സോറി. അപ്പോൾ നമ്മുടെ റാഷിദ് ഖാൻ, അതുപോലെ തന്നെ മായങ്ക് യാദവ്, മോഹിത് ശർമ്മ നല്ല ഓപ്ഷനാണ്. ഓക്കെ, 3 ആളെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒംബ്രാസിയും, അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോണിസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സായ് സുദർശൻ, അതുപോലെ തന്നെ ശുഭ്മാൻ ഗിൽ. ഓക്കെ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ LSG എന്നാണെങ്കിൽ നമ്മുടെ ദേവുഡ് പടിക്കലിനെയും അതുപോലെ തന്നെ നിക്കോളസ് പൂറിനെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം.
ഓക്കെ, അത്യാവശ്യം ബാറ്റിംഗ് സ്ട്രെങ്ത് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡേവിഡ് പടിക്കലിനെ മാറ്റിയിട്ട് ഒരു ഓൾറൗണ്ടറിനെ കൊണ്ടുവരാം, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ടീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യാപ്റ്റൻ VC കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ടീം കംപ്ലീറ്റ് ആവും. അപ്പോൾ KL രാഹുൽ നല്ലൊരു ഓപ്ഷനാണ് ക്യാപ്റ്റൻ VC കൊടുക്കുക. അതുപോലെ തന്നെ ശുഭ്മാൻ ഗിൽ നല്ലൊരു ഓപ്ഷനാണ്. വൈസ് ക്യാപ്റ്റൻസി ഞാൻ എന്തായാലും ശുഭ്മാൻ ഗില്ലിനെ കൊടുക്കുന്നത്. ക്യാപ്റ്റൻസി നമ്മളെ KL രാഹുലിനെ കൊടുക്കാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ടീം ഒന്ന് നോക്കാം. ഡി കുക്ക്, KL രാഹുൽ, നിക്കോളസ് പൂരൻ, ശുഭ്മാൻ ഗിൽ, ഷായ് സുദർശൻ, മാർക്കസ് സ്റ്റോയിനിസ്, അതുപോലെ കൃണാൽ പാണ്ഡ്യ, ഓംറാസി, മോഹിത് ശർമ്മ, റാഷിദ് ഖാൻ, മായങ്ക് യാദവ്, ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം മാത്രമുണ്ട് ഇത്. ഈ ടീമിൽ ഇനിയിപ്പോൾ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തും. അപ്പോൾ നമ്മുടെ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പ് ഇതുവരെ ജോയിൻ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഗുഡ് ബൈ.